സിനിമയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്? ഇല്ല, സിനിമയിലെ കൂട്ടുകാർ വളരെ കുറവാണ്. വളരെ കുറവാണ്. എനിക്ക് ഫ്രണ്ട്സേ വളരെ കുറവാണ്. ഈ സിനിമയിലെ കൂട്ടുകാർ അധികം കാലം നിലനിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്, സത്യമാണ്? ഈ ബന്ധങ്ങളൊന്നും എനിക്ക് ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്നുകൂടെ പറയാം. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ആൺകുട്ടികളാണ് ഫ്രണ്ട്സ് കൂടുതൽ. ഓക്കെ. കാരണം അത് പറയുന്നത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അവരിൽ. കാരണം വെച്ചാൽ നമുക്ക് ഒരു രാത്രി ഒരു അത്യാവശ്യം വന്നാൽ വളരെ വിശ്വസിക്കാൻ പറ്റിയ വിരലിലുണ്ടാവുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഉള്ളതും കൊണ്ടും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് ഏറ്റവും കൂടുതൽ ഗുണകരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന്, എനിക്കറിയാവുന്ന ജനറേഷൻ, എൻ്റെ മകൾ വളർന്നു വരികയാണ്, എനിക്കറിയാവുന്ന ജനറേഷൻ്റെ ഏറ്റവും ഗുണകരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൺകുട്ടികളെല്ലാം കണ്ടു മടുക്കുക. അവരൊക്കെ 8ാം ക്ലാസ് മുതലേ ഈ ഫേസ്ബുക്കിൽ എല്ലാം കണ്ടിട്ട് ഇവർക്ക് ഈ പെണ്ണെന്നൊരു സംഭവമൊന്നുമല്ല. അപ്പം ഇവർ കൊണ്ടുപോകുന്ന ഗേൾ ഫ്രണ്ട്സ് വളരെ സേഫായിട്ട് ഇവരുടെ വീട്ടിലെത്തും. അവിടെ വേറൊരു ഇമ്മോറൽ സംഭവങ്ങൾ അവർ എത്ര സേഫായിട്ട് എത്തിക്കാൻ പറ്റും എന്ന് നോക്കുക എന്നുള്ളതാണ് ന്യൂ ജനറേഷനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം. ഞാൻ കണ്ടിട്ടുള്ളൊരു ഗുണമാണത്. അവർ വളരെ സേഫായിട്ട് എത്തിക്കും. കാരണം വെച്ചാൽ മറു സൈഡ് എനിക്കറിയില്ല, ഞാൻ കണ്ട സൈഡ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കോ അല്ലെങ്കിൽ അങ്ങനെ പല നമ്മൾ കണ്ടിട്ടുള്ള കേസുകൾക്കോ ഇപ്പോൾ നടക്കാൻ ഒരു ബോയ് ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ പറ്റില്ല. ബിക്കോസ് ഹീ വിൽ ടേക്ക് കെയർ ഓഫ് ദറ്റ് ഗേൾ, ബിക്കോസ് ഹി ഹാസ് സീൻ ദ വേൾഡ്. നമ്മളെക്കാട്ടിലും അവർക്കറിയാം എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. നമ്മളെ കൂടെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ജനറേഷൻസ് അത് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങളെപ്പോലെ യങ്ങ ജനറേഷനിലേക്ക് അണ്ടർസ്റ്റാൻഡ് അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമായിരിക്കും. ആ ജനറേഷനിൽ തന്നെയാണ് ഞാൻ പ്രായമായെങ്കിലും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നമ്മുടെ പേഷ്യൻ്റ് പോലെ പറഞ്ഞതുപോലെ നിങ്ങൾ നമുക്ക് പോലെ 25-35 വയസ്സൊക്കെ ആണെങ്കിലും ഞാൻ 25 വയസ്സാണെങ്കിലും ഞാൻ പറയുന്നത് it's very safe. I think like the generation to come and generation now it's more secured പെൺകുട്ടികൾ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആണുങ്ങൾക്ക് ഇതൊന്നും അല്ല, ഇതൊക്കെ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ നമ്മളിപ്പോൾ സിനിമയെക്കുറിച്ച് നമ്മുടെ സിനിമാ വിഷയമായ കൊണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് സിനിമകളിൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ സിനിമകൾ കാണുക. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിൽ ദേവിയോട് ആരെങ്കിലും വന്നിട്ട് മോശമായിട്ട് പെരുമാറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു സിനിമയിൽ? അല്ല ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യില്ല, അല്ല ഞാൻ അങ്ങനത്തെ ഒരു സംഭവമല്ല, അല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും നോ പറയേണ്ട ഭയങ്കര കഠിനമായ രീതിയിൽ നോ പറയേണ്ട എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് ഐ മെയിൻറ്റെയിൻ മൈ തിങ്. ലൈക്ക് ആദ്യമേ ഞാൻ കറക്റ്റ് ആക്കിയിട്ടേ ഒരു റോൾ എടുക്കാറുള്ളൂ. ഇനിയിപ്പം എന്തെങ്കിലും ഒരു റോൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, മനസ്സിനുള്ളിൽ ഡാൻസർ ചെയ്യാനാണോ അങ്ങനെ ഒരു റോൾ ഉണ്ടോ മനസ്സിൽ ഇങ്ങനെ ചെയ്യണം ഡാൻസർ ആയിട്ട്? നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ ചെയ്യുന്ന അവര് ശോഭന എന്ന് പറയും. ശോഭന, ഓക്കെ. അല്ല, ലക്ഷ്മി ഗോപാലസ്വാമി ഇഷ്ടമല്ലായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു ഡാൻസറിന്റെ ഒരു സാധനം ശരിക്കും എനിക്ക് വന്നതാണ്. ഭയങ്കര ഡിസ്കഷനിലെല്ലാം ഒരു യൂത്ത് കൊണ്ടുവന്ന സബ്ജക്റ്റാണ്. അതങ്ങ് ചിരിപ്പോയി. അത് ഭയങ്കര ഒരു നല്ലൊരു സാധനമായിരുന്നു. ദേവി അജിത്ത് എല്ലാരും. പിന്നെ എനിക്ക് സൈക്കിക്കാരി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നോ, ലൈക്ക് ഐ വോണ്ട് ടു, ബിക്കോസ് സൈക്കിക്കാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമൊന്നുമല്ല. എന്തായാലും അത് മറ്റേ സൈക്കിക്കല്ല ഞാൻ പറയുന്നത്. ഒരു സൈക്കിക്ക്, അതായത് ഒരു ബൈപ്പോളാർ എനിക്കുള്ളൊരു സാധനമായിരുന്നു പണ്ട്. അജിത്ത് മരിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു സാധനം. എനിക്കൊരു ഡയറി ഉണ്ട്. അതിലെ കുറേ ഇൻസിഡൻസസ് ഞാൻ വായിച്ചപ്പോൾ, എൻ്റെ അമ്മ എഴുതി വെച്ചിട്ടുള്ള കുറേ ഇൻസിഡൻസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സാധനമാണ്. ആ ഒരു സാധനം ചെയ്ത് ഫലിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ല, പക്ഷെ അത് അഭിനയിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ മറ്റു നമ്മൾ ചെയ്തു പോയ സാധനമാണ്. നമ്മൾ മറന്നുപോയി, നമുക്കറിയില്ല, നമ്മൾ ബുക്കിലേ ഉള്ളൂ അത്. പക്ഷെ പിന്നീട് നമ്മളത് ഓർത്തെടുത്ത് റിവൈൻഡ് ചെയ്തെടുത്ത് ആ ഒരു കേസ് വരുത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പിന്നെ എനിക്ക് എന്നെ യൂത്ത് ഒരുപാട് സഹായിക്കുന്നത് ശരിക്കും എന്നെ ഫുൾ സഹായിക്കുന്ന യങ് ജനറേഷനാണ്. ഇപ്പോൾ ഫോട്ടോഷൂട്ട്സും എല്ലാ യൂത്തും എന്നെ വിളിക്കാറുണ്ട്.
നല്ല നല്ല ഫോട്ടോ സെഷൻസ് അവരാണ് എന്നെ ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ യങ് ജനറേഷനാണ്. ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ദം ബിക്കോസ് ഫാമിലിക്ക് തന്നെ ഇഷ്ടമാണ്. ഇപ്പം മില്ലി കഴിഞ്ഞപ്പോൾ ഫാമിലിക്ക് തന്നെ ഇഷ്ടമായി. ഫാമിലിക്ക് തന്നെ ഇഷ്ടമില്ലായിരുന്നു എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവണേ ഇല്ല. ഞാൻ ഫാമിലി ഗേൾ. അല്ല, ഫാമിലിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? നല്ലൊരു ആക്ട്രസ് ആണ്, എന്തിനാ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് എന്നറിയോ, ഞാൻ ചെയ്ത റോൾസ് അതായത് പോയി ആ ഒരു സംഭവങ്ങൾ അങ്ങനെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങോട്ട് പറക്കും പെട്ടെന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം കൊണ്ടായിരിക്കണം. എന്തായാലും ദേവി എന്ന് പറയുന്ന ക്യാരക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കുടുംബത്തിൽ കൊണ്ടുവന്ന ആൾക്കാർക്ക് കാണിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ്. കാരണം ഒരു കുഞ്ഞു കുട്ടികളുടെ മനസ്സൊക്കെ ആയിട്ട് ഓടിച്ചാണ് നടക്കുന്ന ഒരാൾ, അതാണ് ദേവി സത്യത്തിൽ. പിന്നെ എല്ലാവരും കാണുമ്പോൾ ചോദിക്കും. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ദേവിൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ എനിക്ക് ചുരിദാറിലൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഗൂഗിളിനകത്ത് ഇങ്ങനെ ദേവിയെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കി എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടിയാണ്. ഭയങ്കര രസമുണ്ട് ചുരിദാറിലൊക്കെ. അതെ, എല്ലാവരും പറയാറുണ്ട് ഞാൻ ചുരിദാർ ഇടണം, സാരി ഉടുക്കണം എന്നെല്ലാം പറയാറുണ്ട്. ഞാൻ ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഇടാറുണ്ട്. എനിക്ക് കംഫർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി, കാരണം മനസ്സിനൊരു കംഫർട്ട് കിട്ടാൻ വേണ്ടി. ഇല്ലല്ല, ഞാൻ അല്ലല്ല, സൽവാർ ഐ വെയർ ആൻഡ് ഐ സ്റ്റാർട്ടഡ് വെയറിങ് സാരീസ് ഓൾസോ ബിക്കോസ് ഞാൻ കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നു അതിൽ. അപ്പം ഞാൻ ഏത് വാട്സപ്പിൽ ഏത് ഫോട്ടോ സാരി ഇട്ടാലും അപ്പം എനിക്ക് കമൻസ് വരുന്നത് അങ്ങനെയായിരിക്കും. ഫേസ്ബുക്കിൽ വന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത് സാരിയിലും സൽവാറിലാണ്. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. സബ്ജക്റ്റ് ഇല്ലാത്തപ്പോൾ ന്യൂ ജനറേഷൻ ആവും അതെല്ലാം. തിരക്കഥ എന്നൊരു സംഭവം പത്മരാജൻ സാറും ഭരതൻ സാറും ചെയ്ത പോലെ തിരക്കഥകൾ ഇല്ലാതാവുമ്പോൾ ഇതെല്ലാം ന്യൂ ജനറേഷൻ അല്ലാതെ എന്താ? സീരിയസ് ആയിട്ടും പത്മരാജൻ സാറിന്റെ സിനിമകളും ഭരതൻ സാറിന്റെ സിനിമകളും രഞ്ജിയുടെ സിനിമകൾ കമൽ സാറിന്റെ സിനിമകൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആരേക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. MT വാസുദേവൻ സാർ, അങ്ങനെ പലരുടെയും സിനിമകൾ, ലോഹിതാസ് സാർ പലരുടെയും സിനിമകളിൽ തിരക്കഥയായിരുന്നു. അതിൻ്റെ തിരക്കഥ ഇല്ലാതെ വരുമ്പോൾ അതിനകത്തെ ലേഡി ക്യാരക്ടേഴ്സ്, 2 ലേഡി ക്യാരക്ടേഴ്സ് അവർ സ്ട്രോങ് ആയിരിക്കും. അവർ ത്രൂ ഔട്ട് ദി ജേർണി ദേ വിൽ ബി ദേർ. ആ മൂവിയിൽ, ഇപ്പോഴത്തെ മൂവിയിൽ ഒരു കുട്ടിയെ നമ്മൾ ഒരു സിനിമയെ കണ്ട രണ്ടാം സിനിമ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതാണ് ന്യൂ ജനറേഷൻ മൂവി എന്ന് പറയുന്നത് ആണെങ്കിൽ അത് തെറ്റാണ്. ലേഡീസിന് ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ചാൻസ് വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പോൾ എന്നെ തന്നെ വിളിച്ചിട്ടുള്ള ഈ അപ്പവും മീനും ഞാൻ അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. പക്ഷേ പല സിനിമകൾ കുട്ടികൾ വന്ന് പറയാറുണ്ട്, മാം ഒന്ന് 2 സീനിൽ ചെയ്യുമോ, അത്രേ ഉള്ളൂ മാം അതിനകത്ത്. അത് യങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള കഥയാണ്, അതിൻ്റെ ഇടയിൽ വന്ന് പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അപ്പം ഇതൊരു തിരക്കഥയുടെ പഞ്ഞമാണോ അറിയില്ല, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അല്ല, പക്ഷെ എന്നാ നല്ല സിനിമകൾ വരുന്നു, ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. കാരണം എല്ലാവരും ഉൾക്കൊള്ളിക്കുന്നതാണല്ലോ. നമ്മൾ കുടുംബത്തിലിരുന്ന് കാണുമ്പോൾ എല്ലാവരും വേണം. നമുക്കൊരു അല്ല, നമ്മൾ അവർ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ സിനിമകളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പോഴും അങ്ങനത്തെ സിനിമകളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്താന്നറിയില്ല. ബാംഗ്ലൂർ ഡേയ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി. പക്ഷെ ഞാൻ പറയല്ലേ, അതൊരു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതൊരു തൂവാൻ തുമ്പികളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം അമരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇറ്റ്സ് എ ന്യൂ ജെൻ മൂവി. അത് ഏത് കുട്ടിയും ഇപ്പം താൻ തന്നെ പാടിക്കൊണ്ട് നടക്കും. അല്ല, ഞാൻ പാടില്ല. അപ്പം ഞാൻ അത് പാടിക്കൊണ്ട് നടക്കും. അത് ഞാനും പാടാറുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെ ഉസ്താദ് ഹോട്ടൽ, അതിലും അവരൊക്കെ പഠിച്ച് ചെയ്യുന്ന സിനിമകൾ അത് വിജയിപ്പിക്കാൻ അവർക്കറിയാം. അല്ലാതെ വരുന്ന സിനിമകളാണ് ന്യൂജൻ എന്നൊക്കെ. ന്യൂജൻ ഒന്നും ഇല്ല, അത് തിരക്കഥയുടെ ഒരു പഞ്ചില്ലായ്മ മാത്രമാണ് ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വെറുതെ കളയുന്നത്. ഓക്കെ, എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദേവി നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. കാരണം ഇനിയും ഞാൻ പറയാണ്, ഈ 2015 തുടങ്ങിയപ്പോൾ മുതൽ ദേവി നേരത്തെ പറഞ്ഞ പോലെ വര എന്ന് പറയുന്ന സംഭവം ആ നേർവഴിക്കായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാതെ ഉറപ്പായിട്ട് 2000 കാര്യമായിട്ടും. കാരണം ഇനി മലയാളത്തിൽ നിന്ന് ഒരുപാട് പടം ചെയ്ത്, കൂടുതൽ തമിഴിലും ചെയ്ത്, തെലുങ്കിലും കന്നഡയിലൊക്കെ പോകണം. അതിനോട് എന്തോ എനിക്കൊരു ഇതുണ്ട്. എനിക്ക് മലയാളം ചെയ്യാനാണ് ഇഷ്ടം. അല്ല, മലയാളം ചെയ്യണം, മലയാളത്തിൽ ഞങ്ങൾക്ക് വേണം. മലയാളത്തിൽ പുറകോട്ട് വിട്ടുപോകാനല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ഈ തെലുങ്ക് അങ്ങനത്തെ സ്വപ്നം, എന്റെ സ്വപ്നം വളരെ ലിമിറ്റഡ് ആണ്, വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ എന്നാന്നറിയോ,
നമ്മളൊരു ആക്ട്രസ് ആകുമ്പോൾ നമുക്ക് എല്ലാ എന്തിന് ഇനിയിപ്പം ബോളിവുഡിൽ വിളിച്ച് ഞാൻ പോവും, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ മലയാളത്തിൽ പോലും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യാം, എനിക്ക് സമയമുണ്ട്. ഈ 2015 എന്തായാലും പ്രൂവ് ചെയ്തിരിക്കും. അല്ല, അത് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഷയെ കുറിച്ച് ആലോചിക്കാം. നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാം, നമ്മൾ എന്താണെന്നെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിവ് തെളിയിക്കണ്ടേ? ഓക്കെ, കഴിവ് തെളിയിക്കാനുള്ള ഒരുപാട് നല്ല പടങ്ങൾ ഇനി ഈ 2015 ഉണ്ടാവും. വരട്ടെ. അല്ല, പ്രാർത്ഥിക്കാം. ബിക്കോസ് സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെയാണ് നമ്മളെ വളർത്തുന്നത്, വേറെ ആരുമല്ല. ദൈവം പോലും അതിനപ്പുറമാണെന്ന് തോന്നുന്നു. പറഞ്ഞു കേട്ട എല്ലാ മുഖങ്ങൾക്കും അപ്പുറമുള്ളൊരു മുഖമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാരണം ആൾക്കാർ പറഞ്ഞു കേട്ട ബോൾഡ് ആയിട്ടുള്ള ഒരു ദേവിയല്ല എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത്. വളരെ ശാന്തയും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം എന്നൊക്കെ തോന്നിക്കുന്ന ഒരു പാവം വ്യക്തി. ജീൻസ് ഒക്കെ ഇടുന്നത് ഒരു തെറ്റല്ല. ബോൾഡ്. ഞാൻ ഇന്നത്തോട് കംപ്ലീറ്റ് ചുരിദാറും സാരി ആക്കാട്ടോ. അപ്പോൾ എന്താണ്, ദേവിക്ക് എല്ലാവിധ ഭാവങ്ങളും തരികയാണ്. 2015 വളരെ നല്ലൊരു വർഷമാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പൊന്നായിരിക്കട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും, ഇനി ഇറങ്ങാനിരിക്കുന്ന എല്ലാ പടങ്ങൾക്കും എല്ലാ ക്യാരക്ടേഴ്സിനും ഞാൻ കോമ്പയറിംഗിലേക്ക് വരുന്നുണ്ട്. തിരിച്ചു വീണ്ടും ടി വിയിലെ ചാനലിലേക്ക് വരുന്നുണ്ട്. ഏത് ചാനലിലാണ്? എന്തായാലും ദേവി ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കോമ്പയറിംഗ് അതെനിക്ക് അതേപോലെ പാഷനാണ്. അപ്പൊ അതെനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. വരുന്നുണ്ട് ഞാൻ. അത് വരണം, ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാവണല്ലോ, അതല്ലേ? അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്തെങ്കിലും പ്രേക്ഷകരോടായിട്ട് ദേവിക്ക് പറയാനുണ്ടോ? എന്നെ പ്ലീസ്, ഐ ആം നോട്ട് ബോൾഡ്, ഐ എം ബോൾഡ്. നിങ്ങളെ പോലെ, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെ ഞാനൊരു ബോൾഡാണ്. പ്ലീസ് take all the negative things about me. എല്ലാ നെഗറ്റീവ് സാധനങ്ങളും എന്നെ കുറിച്ചങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഐ എം എ നോർമൽ പാവം പോസിറ്റീവ് പെണ്ണാണ്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. സോ പ്ലീസ് അക്സെപ്റ്റ് മീ ലൈക്ക് ദാറ്റ്. പ്ലീസ് ഡു വാച്ച് മൈ ഫിലിംസ്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഇത്രയും പാവ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ആക്ട്രസുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദേവിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നുണ്ട്. Not like that, like this.